മോണ്ട ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി. ഏത് നിമിഷവും ആന്ധ്ര തീരം തൊടുമെന്നാണ് ആശങ്ക. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് 3000 പേരെ ഒഴിപ്പിച്ചു. ചുഴലിക്കാറ്റ് 110 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒഡീഷ ആന്ധ്ര തീരങ്ങളിൽ മഴയും ശക്തമായി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ചേരുന്നു. ഇന്നലെ തൊട്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തീരദേശ ജില്ലകളിൽ അവധി നൽകിയുമൊക്കെ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. ഈ ജാഗ്രതയ്ക്കപ്പുറത്തേക്ക് കൂടുതൽ അലർട്ടുകൾ ഉണ്ടോ ഈ സമയത്ത്? അപർണ, ഈ മോന്ത ചുഴലിക്കാറ്റ് രാത്രി 8:30 തീരം തൊടും എന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അത് 15 km/h വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. തീരത്തിനോട് അത് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീരം തൊടുമ്പോഴേക്കും ഏതാണ്ട് 90 മുതൽ 110 km/h വേഗതയിൽ ഈ ചുഴലിക്കാറ്റ് വീശി അടിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മച്ചിലിപട്ടണത്തിനും അതുപോലെ തന്നെ കലിംഗപട്ടണത്തിനും ഇടയിലേക്കായിരിക്കും ഈ ചുഴലിക്കാറ്റ് വീശുക എന്നാണ് വിവരമുള്ളത്. കാക്കിനാട ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ നിലവിൽ അവിടെ കനത്ത സുരക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയാണ് പ്രധാനമായിട്ടും ഈ ചുഴലിക്കാറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് അറിയിപ്പുകൾ ലഭിക്കുന്നത്. ആന്ധ്രയിൽ മൊത്തത്തിൽ 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഇവിടേക്കുള്ള ട്രെയിനുകളും അതുപോലെ തന്നെ വിമാനങ്ങളും എല്ലാം വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. വിശാഖപട്ടണത്ത് 32 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നാളെയുള്ള വിമാന ഷെഡ്യൂളുകളിലും ഇപ്പോൾ നിലവിൽ മാറ്റമുണ്ട്. കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്കുള്ള ട്രെയിനുകളും ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ഒഡീഷ തീരത്തും കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒഡീഷയുടെ തെക്കൻ തീരങ്ങളിൽ നിന്ന് 3000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രയിൽ മൊത്തത്തിൽ 800 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1000 ഇലക്ട്രീഷ്യന്മാരെയും അതുപോലെ 140ഓളം മുങ്ങൽ വിദഗ്ധരെയും ഇവിടെ ഈ ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുള്ള ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഈ ചുഴലിക്കാറ്റിൻ്റെ അതീവ പ്രഭാവം അത് ആന്ധ്ര തീരങ്ങളെ ശക്തമായി തന്നെ ബാധിക്കും. എന്നാലും 8:30 ഒരു സമയം പറയുന്നത്. അതിനകത്ത് ഇത് തീരത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഇത് രാവിലെയോടെ 10 km/h വേഗതയിൽ താഴെയായിരുന്നു ഈ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചു ഇരുന്നത്. ഇപ്പോൾ ഇത് 15 km/h വേഗതയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് ഉടൻ തന്നെ തീരത്തേക്ക് ആഞ്ഞു വീശും എന്ന് വിവരമുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കടൽ പ്രക്ഷുബ്ധമായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കടൽക്ഷോഭം അത് രൂക്ഷമായിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ യെല്ലോ അലേർട്ടും ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് തീരങ്ങളിലും ഇപ്പോൾ കനത്ത മഴയാണ് പെയ്യുന്നത്. ഈ ചുഴലിക്കാറ്റ് തീരത്ത് വീശി അടിക്കുന്നതോടുകൂടി കേരളത്തിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പലരെയും ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ജാഗ്രതയോടെ ഇരിക്കണം, അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ തുടങ്ങിയിട്ടുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവർ നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. ഇപ്പോൾ നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴ പ്രദേശങ്ങളിൽ തീരത്ത് മുഴുവനായി തുടരുകയാണ്. അതുപോലെ തന്നെ കടലും പ്രക്ഷുബ്ധമാണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് ഉടൻ തന്നെ തീരത്തേക്ക് വരും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇതേസമയത്ത് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്.